हमारा ईमान, हमारा ईमान, हमारा ईमान, हमारा अस्सलाम वालेकुम വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കമാൽക്ക, സ്കൂളിൽ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ച ഇസ്ലാം എന്താണ്? ഞാൻ ആരുടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തരാന്ന് ഞാൻ പറഞ്ഞു. കമാൽക്ക, ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? മസ്റൂറെ, ഇസ്ലാം എന്നത് ഒരു അറബി വാക്കാണ്. അനുസരണം, കീഴ്വഴക്കം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മക്കയിൽ വെച്ച് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവതരിപ്പിച്ചതും ഒരു മതമാണ് ഇസ്ലാം. ഇതൊരു സമ്പൂർണ്ണ മതമാണ്. ഇതിന്റെ അധ്യാപനങ്ങൾ എല്ലാവർക്കും എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം 5 കാര്യങ്ങളിലൂടെയാണ്. അതെന്തൊക്കെയാണെന്ന് നമ്മൾക്ക് കേൾക്കാം. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് കലിമത്ത് തയ്യിബ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. അള്ളാഹു ഏകനും പങ്കുകാരൻ ഇല്ലാത്തവനുമാണ്. ഹജരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ ദാസനും ദൂതനും ആണെന്ന് ഒരു മുസ്ലിം സാക്ഷ്യം വഹിക്കേണ്ടത് നിർബന്ധമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നമസ്കാരമാണ്. മുസ്ലിങ്ങൾക്ക് ഫജർ, സൊഹർ, അസർ, മഗ്രിബ്, ഇഷ എന്നിങ്ങനെ 5 നേരം നമസ്കരിക്കൽ നിർബന്ധമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് നോമ്പാണ്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക മാസമായ റമളാനിൽ നോമ്പെടുക്കുന്നത് നിർബന്ധമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തേത് സക്കാത്താണ്. അള്ളാഹു സമ്പത്ത് നൽകിയ മുസ്ലിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ സക്കാത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേത് ഹജ്ജാണ്. ആരോഗ്യവും സമ്പത്തുമുള്ള മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലെ കാബയിൽ വെച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് നിർബന്ധമാണ്.